മുബീദിനല്ല, മുബീൻ ട്രക്കിന്റെ ഓണറാണ് സംസാരിക്കുന്നത്. ശരി, ഇപ്പോ ഈ 9 മണിക്ക് ഈ ഒരു തെരച്ചിൽ അവസാനിപ്പിച്ചല്ലോ, അതിലൊരു തൃപ്തി ഇല്ല അല്ലേ? തൃപ്തി ഇല്ല ഞങ്ങൾക്ക്. ഇന്ന് എങ്ങനെയായാലും ഇവിടെ മഴ ഇല്ല. ഇപ്പൊ ഇന്ന് രാവിലെ ഒക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. ഈ സമയം ഇപ്പം ഉച്ചയ്ക്ക് ശേഷം മഴ ഇല്ല. ഇപ്പോഴും നിലവിൽ മഴ ഇല്ല ഇവിടെ. ഹലോ, പറഞ്ഞോളൂ. ഇപ്പൊ മഴ ഇല്ല ഇവിടെ. എന്നിട്ടും തെരച്ചിൽ നിർത്തിയ ഒരു സാഹചര്യം, ഇപ്പോഴും ഒരു ഉദാസീനതയാണല്ലേ ഈ രക്ഷാപ്രവർത്തനം? ഉദാസീനതയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇവര് എങ്ങനെയാ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെ ഓഫീസർമാര് IG അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാര് വരുമ്പോൾ മാത്രം ഇവര് പണിയെടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് നിർത്തിവെക്കും. പിന്നെ അത് കഴിഞ്ഞ് മെയിൻലി ഇവരിപ്പോ അന്ന് മുതൽ നമ്മൾ വന്ന അന്ന് മുതൽ തന്നെ ഒരു റോഡിലുള്ള മണ്ണ് മാത്രം ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. പിന്നെ ഞങ്ങളൊന്ന് ഉച്ചയ്ക്ക് ഇപ്പോൾ ന്യൂസും ഇതൊക്കെ വന്നപ്പോ സൈഡിലുള്ള കുറച്ച് മണ്ണ് ഒഴിവാക്കാൻ ഇടയ്ക്ക് ശ്രമിക്കും. എന്നിട്ട് ഈ ഓഫീസർമാർ പോയി കഴിഞ്ഞാൽ പിന്നെ നേരെയുള്ള ആ റോഡിന്റെ മുകളിലുള്ള മണ്ണ് മാത്രം മാറ്റാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. ഞങ്ങൾ അങ്കോല ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗത്താണ് ഞങ്ങളെ വണ്ടി ഉള്ളതെന്നാണ് നമ്മളെ അറിവ്. ആ ഭാഗത്തുള്ള മണ്ണ് എടുക്കുന്നില്ല ഇവര്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചിരുന്നോ? നമ്മൾ ഇത് ചോദിക്കുമ്പോ മറുപടി ഇതിപ്പോ എടുക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെ നല്ല സമാധാനിപ്പിക്കുകയെന്നല്ലാണ്ട് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇനി ഇത് ഏതൊരു തരത്തിലൊരു ഊർജിതമായ ശ്രമം വേണമെന്നാണ് നിങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം? ഞങ്ങളെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതിലെ മെറ്റൽ ഡിറ്റക്ടറിന് ആകെ 1.5 ഫൂട്ടോ 2 ഫൂട്ടോ ഉള്ളിലുള്ള സാധനം മാത്രമേ കാണുള്ളൂ, അറിയാൻ സാധിക്കുകയുള്ളൂ അതില്. അപ്പൊ ചുരുങ്ങിയത് ഒരു 6 ഫൂട്ട് 5 ഫൂട്ടിന്റെ ഉള്ളിൽ താഴ്ചയിലായിരിക്കും ഈ വണ്ടി ഉണ്ടാവുക. മണ്ണ് മൂടി കിടക്കുകയാണ് വണ്ടി. അപ്പൊ 6 ഫൂട്ടിന്റെ അത്യാവശ്യം ഒരു മെറ്റൽ ഡിറ്റക്ടർ ഇവിടെ കറക്റ്റ് മനസ്സിലാവുന്ന ഒരു മെറ്റൽ ഡിറ്റക്ടർ കിട്ടിയാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ട് ആ ഏരിയകളിൽ മാത്രം മണ്ണെടുത്താൽ മതി ശരിക്കും. ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്, ഈ രക്ഷാപ്രവർത്തകരുടെയും അധികാരികളുടെയും ഒക്കെ? അവര് പറയണത് ഈ മെറ്റൽ ഡിറ്റക്ടർ ആകെ 2 ഫൂട്ടേ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഈ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കാനുള്ള ഒരു പരിശ്രമം ഒന്നും നടക്കുന്നില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെയാണ് പുനരാരംഭിക്കുന്നതെങ്കിൽ അപ്പോഴും ഇതേപോലെ ഈ JCB മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ മാത്രമായിരിക്കും നടക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? അവര് JCB യൂസ് ചെയ്തിട്ട് തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ 4-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇത്രയും ദിവസങ്ങളിലായിട്ട് JCB ഉപയോഗിച്ച് മാത്രമുള്ള തെരച്ചിലുകൾ മണ്ണെടുക്കൽ മാത്രമേ അവിടെ നടക്കും. നാളെ ഇപ്പൊ അതന്നെയാണ് അവർ ചെയ്യാൻ പോകുന്ന കാര്യം. അതെ, ഇവിടെ നമ്മുടെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഊർജിതമായ ഒരു പരിശ്രമം അവിടെ കണ്ടത് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോഴും പക്ഷെ ആ ഒരു ഉദാസീനത അവിടെ തുടരുന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. അതെ, അതെ. എന്താണ് ഈ അർജുന്റെ കുടുംബം അവിടെ ഉണ്ടല്ലോ, ബന്ധുക്കളൊക്കെ, അവരെന്താണ് പറയുന്നത് ഈ ഘട്ടത്തില്? അവര് വളരെ നിരാശരായി നിൽക്കുകയാണ്. ഇവിടെയുള്ള ഇവരെ സ്ലോ ആയിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചമാതിരി ഞങ്ങൾ അവിടെ ആള് ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ള ഒരു ഏകദേശം നമുക്ക് ലൊക്കേഷൻ കണ്ടതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തുള്ള മണ്ണ് ഇടിക്കുക എന്ന് പറഞ്ഞിട്ട് അവർക്ക് എടുക്കാനുള്ള ഒരു ഇത് ഇല്ല. അതെ, അവിടെ ഈ രക്ഷാപ്രവർത്തകരുടെ എണ്ണത്തിലൊക്കെ ഒരു കുറവുണ്ടോ? കൂടുതൽ സംഘത്തിന്റെ ഒരു അനിവാര്യതയുണ്ടോ അവിടെ? തീർച്ചയായും അനിവാര്യമുണ്ട്. ഇവിടെ വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ രക്ഷാപ്രവർത്തനത്തിനുള്ളത്. നേരത്തെ SP ഒക്കെ മാധ്യമങ്ങളെ കണ്ടിരുന്നല്ലോ, നിങ്ങളോടും ഒക്കെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? അവര് മണ്ണ് ഇനിയും ഇടിയും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. അങ്ങനെ ഇനിയൊരു മണ്ണിടിച്ചിലിനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അതെ, അതാണ് സാഹചര്യം അല്ലേ? പക്ഷെ ഈ ഒരു മണ്ണിടിച്ചിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ കേരളത്തിലുള്ള നേതാക്കന്മാരോടോ മന്ത്രിമാരോടോ ഒക്കെ സംസാരിച്ചോ? ഇങ്ങനെ ഒരു ഉദാസീനതയാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് പങ്കുവെച്ചോ അവരോട്? ഞാൻ പങ്കുവെച്ചിട്ടുണ്ട്. ഹലോ, എന്താ ഇടപെടാമെന്ന് പറഞ്ഞോ? മറുപടി നൽകിയോ? അവര് കേരളത്തിലെ എല്ലാ
നമ്മൾ അറിയിച്ച ആളുകളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് അവിടെ വെച്ച് സംസാരിക്കുന്നുണ്ട്. കർണാടക സർക്കാരിലെ ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ട്. അതെ അതെ, നേരത്തെ മന്ത്രി അടക്കം മാധ്യമങ്ങളോടും പറഞ്ഞത് അതാണ്, നിരന്തരമായി സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ നന്ദി മുബിൻ, ഈ നിമിഷം